ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ വെച്ചിട്ട് ഇതുവരെ ചിന്തിക്ക പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിലാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ, ഒരു ചെറിയൊരു കളർ ചേഞ്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പാലം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്തിന് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 ബദാമും 5 കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ രൂപത്തിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഏകദേശം നല്ല പോലെ തന്നെ ഫൈനായിട്ട് കിട്ടും നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുമ്പോൾ. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൊടീൻ്റെ മിക്സ് ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ലപോലെ പാല് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കയ്യിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് കാരയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. അതിന് ശേഷം നമ്മൾ ചെറിയൊരു ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം കുറച്ച് സേമിയ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സേമിയ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ മതി കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ അളവിൽ സേമിയ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാൻ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നട്ട്സൊക്കെ നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പിസ്തയും ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാധാ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും ചേർക്കാതെ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വേനൽക്കാലത്തോ അതുപോലെ നോമ്പിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്